കണ്ണൂർ വാണിയപ്പാറയിലെ കല്ലറയിലെ ദുരൂഹത നീക്കാൻ നടപടി തുടങ്ങി. വിലങ്ങാട് സ്വദേശി സിജോസ് കറിയുടെ തിരോധാനത്തെ മുൻനിർത്തിയാണ് അന്വേഷണം. സിജോയുടെ ഭാര്യ സഹോദരന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നു. അതേസമയം ഒരു കല്ലറയിൽ രണ്ട് മൃതദേഹം കാണുന്നത് എങ്ങനെ എന്നതിലെ ദുരൂഹത നീക്കാൻ കല്ലറ തുറന്നേ മതിയാകൂ എന്ന നിലപാടിലാണ് പള്ളി അധികൃതർ. വിവരങ്ങൾ നൽകാൻ മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, അങ്ങനെ നമ്മുടെ കേരള പോലീസ് സംഘം ഇഴഞ്ഞിഴഞ്ഞ് അന്വേഷണത്തിലേക്ക് ഒടുവിൽ നിർബന്ധിതമായി നീങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. കല്ലറയിലെ ദുരൂഹത നീക്കാൻ എങ്ങനെയൊക്കെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്? ഇതിൽ ഈ ഒരു കല്ലറയിലെ ഒരു മൃതദേഹവും ഈ വിലങ്ങാട് സ്വദേശി സിജോസ് കറിയുടെ തിരോധനവും ഇത് രണ്ടും തമ്മിൽ എന്താണ് ബന്ധം? ഒപ്പം അന്വേഷണം എങ്ങനെയാണ് നീളുന്നത്? അശ്വതി, അല്പസമയം മുൻപ് നമുക്ക് ദൃശ്യത്തിൽ കാണാം. ഇപ്പോൾ ഉദ്യോഗസ്ഥരാണ്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഈ വാണിയപ്പാറയിലെ ഉണ്ണിമിശിഹ പള്ളിയിലേക്ക് എത്തിയത്. അല്പസമയത്തിനകം തന്നെ നടപടികൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ചോദ്യം ചെയ്യലും ഇവരുടെ ഈ മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യത ഏറെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കറിയാം, ഈ കോഴിക്കോട് വിലങ്ങാട് സ്വദേശിയായ സിജോയെ കാണാനില്ല. ആ സിജോയുടെ മൃതദേഹമാണോ ഈ കല്ലറയിൽ കണ്ടെത്തിയെന്ന് സംശയം കുടുംബം പ്രകടിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കുടുംബം പോലീസിനും അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രിക്കടക്കം പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയുടെ നേതൃത്വത്തിൽ അല്പസമയം മുൻപ് ഈ പള്ളിയിലെത്തി. പള്ളിയുടെ കൈക്കാരനാണ് ഈ സിജോയുടെ അളിയൻ എന്ന് പറയുന്ന സഹോദരി ഭർത്താവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊഴിയടക്കം രേഖപ്പെടുത്തുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഇരിട്ടി DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ നടപടികളുണ്ടാകും. അതിനുശേഷമായിരിക്കും ആളുകളുടെ മൊഴിയൊക്കെ എടുത്തതിന് ശേഷമായിരിക്കും ഈ കല്ലറയുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വരുത്താൻ വേണ്ടിയുള്ള തുടർ നടപടികൾ ഉണ്ടാകുക. ഒന്ന് പ്രധാനമായും ചെയ്യേണ്ടത് ഈ കല്ലറ തുറന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. അതിന് ചില നിയമവശങ്ങളുണ്ട്. അതിന് കളക്ടറുടെ ഉൾപ്പെടെ ഉത്തരവ് വേണം, അല്ലെങ്കിൽ കളക്ടർ ഉൾപ്പെടെ ഇത് കിട്ടിയതിന് ശേഷം മാത്രമേ, രേഖകൾ കിട്ടിയതിന് ശേഷം മാത്രമേ തുടർ നടപടികളൊക്കെ തന്നെ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിലും ഇത് തുറന്ന് പരിശോധിച്ചാൽ മാത്രമേ നിലവിലുള്ളൊരു സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം എന്താണ് ഈ കല്ലറയ്ക്കകത്തുള്ളത്, അത് മൃതദേഹം തന്നെയാണോ, മൃതദേഹമാണ് എന്ന് ദൃശ്യത്തിൽ കാണുമ്പോൾ നമുക്ക് തോന്നുമെങ്കിൽ പോലും അതിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ആ വ്യക്തത വരുത്താൻ കൃത്യമായ പരിശോധനകൾ തന്നെയാണ് വേണ്ടത്. ആ പരിശോധനയ്ക്ക് കല്ലറ തുറന്ന് തന്നെ പരിശോധിക്കണം, അല്ലെങ്കിൽ തന്നെ ഇതെന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തത വരികയില്ല. അത് നേരത്തെ മരിച്ച ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ട് ആളുകൾ വരുന്നൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് സത്യമാണ് എന്നടക്കം ഒരു വ്യക്തത വരുത്താൻ കൃത്യമായ തുറന്ന് പരിശോധന ആവശ്യമായി വരും. അതേസമയം പോലീസിൻ്റെ ഭാഗത്ത് നിന്നൊരു കൃത്യമായൊരു അലംഭാവം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് വിമർശനം പൊതുവെ ഉയർന്നു വരുന്നുണ്ട്. കാരണം സംഭവം നടന്നിട്ട് ഏതാണ്ട് 10 ദിവസം ആകാനാകുന്നു. പക്ഷേ ഇതുവരെ FIR ഇട്ടത് അന്വേഷണം നടത്തി, അല്ലെങ്കിൽ ഈ ഒരു ആരോപണ വിധേയമായി സ്ഥലം സീൽ ചെയ്ത് ഒരു സുരക്ഷ ഉറപ്പാക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും ഇപ്പോൾ പള്ളി അധികാരികൾക്കാണ്, പോലീസിനെക്കാട്ടും താല്പര്യത്തോടുകൂടി പള്ളി അധികാരികളാണ് രംഗത്ത് വരുന്നത്. അവരാണ് പറയുന്നത് ഇതിലെ ദുരൂഹത നീക്കേണ്ടത് തങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഒരു പരാതിയുമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതിലും പള്ളിയുടെ കൃത്യമായ ഇടപെടലാണ് ഇപ്പോൾ ഈ ഒരു നിയമ സംവിധാനത്തിലേക്ക്, അല്ലെങ്കിൽ ഇതൊരു തുറന്ന് പരിശോധിക്കണമെന്നടക്കമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. വിശ്വാസികളും സമാനമായൊരു സാഹചര്യത്തിൽ തന്നെയാണുള്ളത്. ഇതിലൊരു സഭയുടെ അല്ലെങ്കിൽ ഈ ഒരു ഇടവകയുടെ പേര് കളയാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിന് കൃത്യമായ നടപടി ഉണ്ടാകണമെന്നൊരു കാര്യം തന്നെയാണ് ഇവരും പറയുന്നത്. അശ്വതി, ശരി മിഥുൻ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഇപ്പോൾ കണ്ണൂർ വാണിയപ്പാറയിലെ ഒരു കല്ലറയിൽ 2 മൃതദേഹങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ദുരൂഹത നീക്കാനുള്ള നടപടി പോലീസ് ഇഴഞ്ഞിഴഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ്. പള്ളി അധികൃതരുടെ ശക്തമായ സമ്മർദ്ദം, അതിനൊടുവിലാണ് പോലീസ് നിർബന്ധിതപൂർവ്വം ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നത്. സിജോയുടെ ഭാര്യ സഹോദരന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിജോയുടെ തിരോധാനവും ഈ കല്ലറയിൽ കണ്ട മൃതദേഹവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മിഥുൻ.